ആദിശേഖർ കൊലപാതക കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. വഞ്ചിയൂർ സെഷൻസ് കോടതി 6 ആണ് വിധി പറഞ്ഞത്. 2023 ഓഗസ്റ്റ് 30-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ക്ഷേത്ര മൈതാനത്ത് കളിച്ചു മടങ്ങുകയായിരുന്ന ആദിശേഖരനെ പ്രിയരഞ്ജൻ കാർ കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ? കൃഷ്ണരാജ്, ഏറെ കോലക്കം സൃഷ്ടിച്ച കേസായിരുന്നു ആദിശേഖർ കൊലപാതക കേസ്. തുടക്കത്തിലൊരു അപകട മരണം എന്ന നിലയിലേക്കാണ് പോയതെങ്കിൽ പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം വന്നതോടെ അത് കേസിലൊരു നിർണായക തെളിവായി മാറുകയും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ചൊരു ക്രൂര കൊലപാതകമാണ് നടന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ആ കേസിൻ്റെ വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 12 വർഷം ജീവപര്യന്തം കഠിന തടവും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ആദിശേഖരൻ്റെ പിതാവ് കൂടി ചേരുന്നുണ്ട്, അരുൺകുമാർ കൂടി ചേരുന്നുണ്ട്. ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു അനുകൂലമായ തീരുമാനമുണ്ടായി അല്ലെങ്കിൽ വിധി ഉണ്ടായെന്ന് മനസ്സാക്ഷിക്കൊണ്ട് തോന്നുന്നുണ്ടോ? വിധിയിൽ എനിക്ക് പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും ഒരു സമൂഹ മനസാക്ഷിക്ക് ഇത് കൊടുക്കുന്ന ഒരു ശക്തമായ സന്ദേശമാണ്. ഒരു വളരെ ചെറിയ കുട്ടി, വളരെ മിടുക്കനായ ഈ സമൂഹത്തിൽ നാളെ വലിയൊരു ഇതിലെത്തേണ്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ വളരെ പെട്ടെന്ന് കുരുന്നിലേ നുള്ളിക്കളയുകയാണ് ഉണ്ടായത്. 14 വയസ്സുള്ള വളരെ എല്ലാ കായിക രംഗങ്ങളിലൊക്കെ വളരെ മിടുക്കനായ ഒരു കുട്ടിയെ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ പക മനസ്സിൽ സൂക്ഷിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതായത് 1 മാസത്തോളം ഈ മനസ്സിൽ പക സൂക്ഷിച്ചുകൊണ്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നാണ് പ്രതി മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാവും. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പക വളരെ ക്രൂരമായിട്ട് ആൾക്കാരോട് പെരുമാറാനും പക മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ളൊരു വ്യക്തി കൂടി തന്നെയായിരുന്നല്ലോ ഇത്. അങ്ങനെ മുൻ ക്രിമിനൽ പശ്ചാത്തലം പ്രതിക്ക് ഇല്ല. സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല. പക്ഷേ അമിതമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് പ്രതി. പുള്ളി ആ നാട് അവിടുന്ന് താമസം മാറിയിട്ട് കാലം കുറേയായി. പക്ഷേ മദ്യപിക്കാനായിട്ടും ലഹരി ഉപയോഗിക്കാനായിട്ടും മാത്രം പുള്ളി അവധി ദിവസങ്ങളിൽ അവിടെ വരാറുണ്ട്. അങ്ങനെ ഒരു അവധി ദിവസത്താണ് ക്ഷേത്രത്തിലെ മതിലിൽ മൂത്രമൊഴിച്ചതും നമ്മുടെ മോൻ അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ പ്രതി അതൊരു പകയായിട്ട് സൂക്ഷിക്കുകയും കുട്ടിയെ ഉടനെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കുട്ടി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ വിവരം കുട്ടി അന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ കുട്ടിയെ തിരികെ ഉപദേശിക്കുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും നമ്മൾ മുതിർന്നവരോട് അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ കുട്ടിയെ ഉപദേശിക്കുകയാണ് ചെയ്തത്. ആ പ്രശ്നം കുട്ടിയും ഞാനും ഒക്കെ മറന്നു. അതിന് 1 മാസത്തിന് ശേഷം കുട്ടിയുടെ കൈ പിടിച്ച് ഇയാൾ തിരിക്കുകയുണ്ടായി. പാല് വാങ്ങിയിട്ട് വരുന്ന വഴിയിൽ കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചു. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ അത് കാണുകയും അതിനുശേഷം വീണ്ടും 3 മാസം കഴിഞ്ഞ് 3-ാം ഓണത്തിന് വൈകുന്നേരം കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ അരമണിക്കൂറോളം വാഹനം ഈ സ്റ്റേജിന് പുറകിൽ ഒളിച്ചിട്ട് കാത്തു നിന്ന് കുട്ടികൾ റോഡിലേക്ക് കയറി ഉടനെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഇടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തൊരു അന്വേഷണം നല്ലപോലെ നടന്നു എന്ന് കരുതുന്നുണ്ടോ? അതായത് പോലീസും പ്രോസിക്യൂഷനും ഒക്കെ നല്ലതുപോലെ ഇടപെട്ടതാണ് ഇത്തരത്തിലൊരു വിധി കിട്ടാൻ കാരണമെന്ന്? 100% ഈ കേസ് വളരെ ഫലപ്രദമായാണ് കട്ടക്കട പോലീസ് അന്വേഷിച്ചത്. CI അന്വേഷണ ഉദ്യോഗസ്ഥൻ CI ഷിബു സാറിൻ്റെ നേതൃത്വത്തിൽ കൃത്യസമയത്ത് ചാർജ് ഷീറ്റ് കൊടുത്തു. വളരെ സാക്ഷികളെയെല്ലാം കൃത്യമായിട്ട് നമുക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ പറ്റി. പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് വിനീത് കുമാർ സാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് നമുക്കുണ്ടായിരുന്നത്. നല്ല രീതിയിൽ സാർ ഈ കേസ് അന്വേഷിക്കുകയും പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഒരു നടപടിയുടെ ഭാഗമാണ് ഈ കേസിൻ്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണരാജ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടണമെന്നൊരാഗ്രഹമായിരുന്നു പിതാവിനുണ്ടായിരുന്നത്. എന്നാൽ കോടതിയുടെ ഭാഗത്തൊരു ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ അടയ്ക്കാത്ത സാഹചര്യത്തിൽ 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കേണ്ടി വരും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചതും മനുഷ്യ മനസാക്ഷിയെ മുറിവേൽപ്പ് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു കേസായിരുന്നു ഈ ആദിശേഖരൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ക്ഷേത്രമുറ്റത്ത് മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് ചെന്നത്. ഏറെ സമയം വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം കുട്ടി വരുന്നത് വരെ നോക്കി നിൽക്കുകയും അതിനുശേഷം വാഹനം കാർ ദേഹത്ത് കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഈ പ്രതി തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അപകടം ഒരു അറിയാതെ പറ്റിപ്പോയ രീതിയിലാണ് അപകടത്തെ ആദ്യ നിലയിൽ പോയത്. അതായത് കേസിൻ്റെ തുടക്കത്തിലെല്ലാം ഇതൊരു അപകട മരണം എന്ന നിലയിലാണ് പോയതെങ്കിൽ അവസാനം
അവസാനം അതിൻ്റെ CCTV ദൃശ്യങ്ങൾ എത്തിയതോടുകൂടി കേസിൻ്റെ വലിയൊരു നിർണായകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രതി ഒളിവിൽ പോയ പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 30ഓളം സാക്ഷികളുണ്ടായിരുന്നു. അതായത് കുട്ടിയുടെ മരണപ്പെട്ട അതിശേഖരൻ്റെ സഹപാഠികൾ അല്ലെങ്കിൽ കളിക്കൂട്ടുകാരടക്കമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ സാക്ഷിയായി. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളിലൊരു നിർണായക പങ്കായി. അങ്ങനെ ഈ സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാം അടിസ്ഥാനത്തിലാണ് കേസിൽ 302 ചുമത്തുന്നത്. ആ 302-ൽ ചുമത്തിയ 302 കോടതി അംഗീകരിക്കുകയും ചെയ്തു. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കണ്ടെത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജീവപര്യന്തവും 10 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 10 ലക്ഷം രൂപ പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിൽ 1 വർഷം കൂടി ഈ തടവ് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും.